ടേക്ക് ഓഫ്, മാലിക്, സിയൂസൂൺ പോലുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്ത സിനിമകളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡയറക്ടറിൽ നിന്ന് നമുക്കൊരിക്കലും 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സോ പോലുള്ള ഒരു മൾട്ടി സ്റ്റാർ കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ ഒന്നും കിട്ടത്തില്ല. പുള്ളിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പുള്ളിയെ പോലെ അപ്രോച്ച് ചെയ്യുന്ന ദി കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അവരാരും ബിഗ് ബഡ്ജറ്റിൽ ഇമ്മാതിരി ഒരു പരീക്ഷണം ഇനി മേലാൽ നടത്താൻ നിൽക്കരുത്. അതാണ് പാട്രിയോട്ടിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ റിലീസായ പടമാണ്. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് റിവ്യൂ അല്ല. ഈ സിനിമ ഈ രീതിയിൽ എടുക്കേണ്ടിയിരുന്നില്ല. കാര്യം മമ്മൂക്ക, ലാലേട്ടൻ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു പടമാണ്. പണ്ട് കാലങ്ങളിൽ ഇവരുടെ തുടക്കം സമയത്ത് ഇവർ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 50 കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു ഇൻഡസ്ട്രിയിലെയും സൂപ്പർ സ്റ്റാറുകൾ തമ്മിൽ ഇത്രത്തോളം ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ടാകത്തില്ല സിനിമകളുടെ കാര്യത്തിൽ. പക്ഷേ ഇവരങ്ങനെയല്ല. വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇവർ തുടക്കം കാലഘട്ടം മുതൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വളരെ നാളുകളായിട്ട് ഇവരങ്ങനെ ഒരുമിച്ച് കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇൻഡസ്ട്രിയിൽ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിപ്പിച്ചെടുത്ത സംഭവക്കാരനായിട്ടുള്ള മഹേഷ് നാരായണനെ ചെറുതായിട്ട് ഒന്ന് പാളിപ്പോയി. ആ പാളൽ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് മൊത്തം എന്ന് ഞാൻ പറയാൻ കാരണം, ഈ സിനിമേനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, സിനിമേനെ ഡീഗ്രേഡ് ചെയ്യാനോ നെഗറ്റീവ് അടിക്കാനോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ ഇത്. കാര്യം സിനിമ 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ടെക്നിക്കലി കിടിലം ക്വാളിറ്റിയിൽ ഇത് താണ്ടാ മോളിവുഡ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് എടുത്തു വച്ചേക്കുന്നത്. പക്ഷേ മമ്മൂക്ക, ലാലേട്ടൻ, മലയാളികളെ സംബന്ധിച്ച് ഒന്നെങ്കിൽ മമ്മൂക്ക ഫാൻസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ്. മലയാളികളെന്ന് പറയുന്നത് ഈ രണ്ടുപേരിൽ ആരുടെയെങ്കിലും ഫാൻസ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മലയാളികളെ സംബന്ധിച്ച് ഇവരെ സ്ക്രീനിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കിട്ടാൻ നേരത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നെങ്കിൽ സിനിമ കയറി അടിച്ചേനെ. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. കണ്ടന്റ് ഈസ് ദ കിങ്. മോളിവുഡിനെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് മോളിവുഡിലുള്ള ആക്ടേഴ്സും ഡയറക്ടേഴ്സും മോളിവുഡിന് പുറത്ത് മറ്റ് ഇൻഡസ്ട്രികളിലുള്ള ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുന്നതും ഒരേ കാര്യമാണ്, ഒരേ ഒരു കാര്യം, കണ്ടന്റ് ഈസ് ദ കിങ്. മോളിവുഡിനെ സംബന്ധിച്ച് കണ്ടന്റ് ആണ് ഇവിടെ രാജാവ്. ഒരു ഹീറോയോ ഒരു സൂപ്പർ സ്റ്റാറോ ഒരു കോപ്പോ അല്ല. ഇതാണ് കുറേ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ വന്ന പടം ഇന്നലെ റിലീസായി. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും രണ്ട് ടീംസും കുത്തിയിരുന്ന് ഫേസ്ബുക്കിൽ നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ തകർത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ രോക്ഷം അവർ പ്രകടിപ്പിക്കുവാണ് അന്തസ്സായിട്ട്. അതിനവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. വർഷങ്ങൾക്ക് ശേഷം ഇവരെ കാണാൻ നേരത്ത് ഇതിനകത്ത് കുറച്ച് വാവ് മൊമെൻറ്റ്സ്, ഗോസ് ബംസ് മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? വമ്പനായിട്ട് ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തിയേറ്ററിലേക്ക് കയറുന്ന അവരത് പ്രതീക്ഷിച്ചില്ലെങ്കിലേ തെറ്റുള്ളൂ. അത് പ്രതീക്ഷിച്ച് വരുന്നവരുടെ മുമ്പിലേക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമ ഇറക്കി വിടാൻ നേരത്ത് അതിനകത്ത് കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും അതല്ലായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സംഭവം വരാൻ നേരത്ത് എന്താണോ സംഭവിക്കുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് റിവ്യൂസ്. ആ നെഗറ്റീവ് റിവ്യൂസ് വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിൽ കയറായിരുന്നു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു മലയാള സിനിമയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ജനറൽ ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത്, തിയേറ്ററിൽ പോയി കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഒരിക്കലും കൊടുത്ത കാശ് നഷ്ടമായി എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു പടമല്ല ഇവരെന്തായാലും എടുത്ത് നമുക്ക് മുമ്പിലേക്ക് വിട്ടേക്കുന്നത്. ഇനി ഈ സിനിമയ്ക്ക് പറ്റിപ്പോയത്, കുറച്ച് നാളുകളായിട്ട് മമ്മൂക്ക ചൂസ് ചെയ്യുന്ന സിനിമകൾ നമുക്കറിയാം റിയലിസ്റ്റിക് അപ്രോച്ചോട് കൂടിയാണ് പുള്ളി സിനിമയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കളങ്കാവലി, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, പിന്നെ ഈ പടം, ഈ 3 സിനിമകൾ ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ എടുക്കുകയാണ്. ഈ 3 സിനിമകൾ വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതായത് ഈ 3 സിനിമകളിലും സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. കളങ്കാവലിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് കുറച്ച് വാവ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആ സിനിമേനെ തിയേറ്ററുകളിൽ സെലിബ്രേറ്റ് ചെയ്തേനെ. അതിനൊക്കെ കിട്ടിയ ഡിസർവ് ചെയ്ത കളക്ഷൻ അതിന് കിട്ടിയേനെ. ആ രീതിയിൽ എടുത്ത് വച്ചിരുന്നെങ്കിൽ കളങ്കാവൽ 80 കോടിക്ക് മുകളിൽ എന്തോ കളക്ഷൻ കിട്ടിയ പടം 100-150 കോടി പോയേനെ. ആ രീതി ചെയ്യാമായിരുന്നു ആ സിനിമേനെ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയാണ്. പരാജയം സംഭവിക്കത്തില്ലായിരുന്നു ആ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ. പാട്രിയോട്ട് 100 കോടിയൊക്കെ നേടുമായിരിക്കും. 300 കോടിക്കും മേളിൽ പോയി ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇവിടെ അടിക്കേണ്ട പടമാണ്. അതും അടിച്ചേനെ. അപ്പോൾ ഇതൊക്കെ സംഭവിപ്പിക്കാൻ ഇവർക്ക് പറ്റിയേനെ. ഏത് രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ആ റിയലിസ്റ്റിക് രീതി എന്നുള്ള സംഭവം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇത് 100 കോടിക്ക് മുകളിൽ വല്ലപ്പോഴും മാത്രം മോളിവുഡിന് കിട്ടുന്നൊരു ബഡ്ജറ്റാണ് ഈ 100 കോടി എന്നൊക്കെ പറയുന്ന. ആ ഒരു ബഡ്ജറ്റിലൊരു സിനിമ ഗംഭീര ക്യാൻവാസിൽ ബ്രഹ്മാണ്ഡമായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ കുറച്ച് മാസ് ഗോസ്ബംസ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അത് ഇവർ മുണ്ട് മടക്കി കുത്തി മുണ്ട് വലിച്ചൂരി അടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സംഭവം വേണ്ട. മഹേഷ് നാരായണൻ്റെ ക്യാരക്ടേഴ്സ് തന്നെ കുറച്ച് മാസ് മൊമെൻറ്റ്സ് പെർഫോം ചെയ്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ആ രീതിയിൽ എടുത്താൽ മതിയായിരുന്നു.
അത് ഇവിടെ മിസ്സായി പോയതുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിയർ ഓഡിയൻസ്, ഡിയർ ന്യൂട്രൽ ഓഡിയൻസ്, ഈ സിനിമേനെ നമ്മൾ പരാജയപ്പെടുത്താൻ പാടില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ ഇത് ഒന്ന് കയറിപ്പോകും. അതിനുള്ള സംഭവം ഉണ്ട് സിനിമയിൽ. ഇനി ആൻഡോ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം പുള്ളി ഇത്രയും വലിയൊരു ബഡ്ജറ്റ് മുടക്കാൻ നേരത്ത് പുള്ളി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിനെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ഫാൻസിന് ഭയങ്കര വെറുപ്പാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. കാര്യം ഇങ്ങേര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾക്ക് പുള്ളി വേണ്ട രീതിയിലുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ തിയേറ്റർ ചാർട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഉഴപ്പാണ്, ഒരു തണുപ്പ് രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫാൻസിന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. പാട്രിയോട്ട് റിലീസിന് തൊട്ട് മുമ്പ് വരെ ഫാൻസിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള രോക്ഷം അത് ഈ പറഞ്ഞ ആൻഡോ ജോസഫിനെതിരെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പുള്ളി ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. പിന്നെ പുള്ളിയാണ് ഈ 100 കോടി മുടക്കി ഈ പടം എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ നേരത്ത് ഡയറക്ടറിനോട് പറയാനുള്ള വോയിസ് പുള്ളിക്കുണ്ട്. ഇത് 100 കോടി മുടക്കുന്നൊരു പടമാണ്, ലാലേട്ടൻ മമ്മൂക്ക വർഷങ്ങൾക്ക് ശേഷം വരുന്നൊരു പടമാണ്, ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കും അത് അറിയാമായിരുന്നിരിക്കണം. അത് ഡയറക്ടറിനോട് പറയണം. ഇവിടെ റിയലിസ്റ്റിക് അപ്രോച്ച് ഓക്കെ നടന്നോട്ടെ, ആ രീതിയിൽ കുറച്ചുകൂടി സംഭവങ്ങൾ ഇവരെ രണ്ടുപേരെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ്, അത് പൊട്ടിത്തെറിപ്പിക്കണമെന്നല്ല, അത് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ അത് ആഡ് ചെയ്തെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമയുടെ വെർഡിക്റ്റ് ഇപ്പം നിൽക്കുന്നതിൽ നിന്ന് മൊത്തത്തിൽ ചേഞ്ച് ആയേനെ. ഓഡിയൻസിൻ്റെ അഭിപ്രായവും എല്ലാം ചേഞ്ചായി. മോളിവുഡിൽ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞേക്കുന്ന പോലെ തന്നെ വേൾഡ് വൈഡ് 300 കോടിക്ക് മുകളിൽ വാരി വേൾഡ് വൈഡ് ഇൻഡസ്ട്രിയൽ ഹിറ്റും കേരളത്തിൽ നിന്നും 100 കോടിക്ക് മുകളിൽ വാരി കേരളത്തിലും ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാനായിട്ടുള്ള എല്ലാവിധ പൊട്ടൻഷ്യലുമാണ് ഇവർ കൊണ്ട് കാറ്റിപ്പറത്തി കളഞ്ഞത്. ഒരു പ്രതീക്ഷയോ ഒരു ഹൈപ്പോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് മുമ്പ് പറ്റിയിട്ടില്ല. എല്ലാം മിഡായിരുന്നു. ട്രെയിലർ മിഡായിരുന്നു, ഇറങ്ങിയ എല്ലാ സംഭവങ്ങളും മിഡായിരുന്നു. ഹെവി പ്രൊമോഷൻസ് ഒന്നും ചെയ്തില്ല. ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമാണ് ഒരു വെറൈറ്റി പിടിച്ചവർ ചെയ്തത്. അതല്ലാണ്ട് ഒന്നും ഈ സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടില്ലായിരുന്നു പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ടും ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് കുറച്ച് കളക്ഷനൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാകും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. 8.50 കോടിയാണ്. ഒന്ന് ഓർക്കണം, മലയാളത്തിലെ സെക്കൻഡ് ബെസ്റ്റാണ്, എമ്പുരാൻ കഴിഞ്ഞാൽ അതാണ്. പക്ഷേ അന്യഭാഷ ചിത്രങ്ങളായിട്ടുള്ള ലിയോ നിൽക്കുന്നുണ്ട്. ലിയോ നിൽക്കുന്നതിന് നമുക്ക് പരാതിയില്ല. ലിയോ എന്ന് പറയുന്നത് വിജയുടെ പടമാണ്. വിജയനെ വർഷങ്ങളായിട്ട് നമ്മളിവിടെ ദത്തുപുത്രനായിട്ട് അംഗീകരിച്ച് വെച്ചേക്കാണ്. ബിഗ് എംസിനേക്കാളും കൂടുതൽ കളക്ഷൻ വിജയ് പല സമയത്ത് ഇവിടെ ഫസ്റ്റ് ഡേ അടിച്ചിട്ടുള്ളതാണ്. പുള്ളി പലതവണ ടോപ്പ് നമ്പർ 1-ൽ നിന്നിട്ടുണ്ട്, നമുക്ക് പരാതിയില്ല. പക്ഷേ രജനീകാന്തിൻ്റെ കൂലിയാണ് മൂന്നാമത് നിൽക്കുന്നത്. 9 കോടിയാണ്. രജനീകാന്തും ലോകേഷുമായിട്ട് വൻ ഹൈപ്പ് വന്ന പടമാണ്. അതെല്ലാം ഓക്കെയാണ്. നമ്മുടെ 2 സൂപ്പർ സ്റ്റാർസ് വന്നിട്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡബിൾ ഡിജിറ്റ് കേരളത്തിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അത് വൻ നാണക്കേടാണ്. വൻ നാണക്കേടെന്ന് പറയുന്നത് വൻ നാണക്കേടാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വീക്കെൻഡ് കഴിയാൻ നേരത്ത് ഞായറാഴ്ചയും കൂടി കഴിയുമ്പോൾ എന്താകും ഈ പടത്തിൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും ഇനി മോളിവുഡിൽ ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ ചെയ്യാൻ നേരത്ത് മാക്സിമം അത് റിയലിസ്റ്റിക് പരിപ്പോടെ പരിപാടി പിടിക്കാതിരിക്കുക. അതല്ല മോളിവുഡ് ഓഡിയൻസ് ആഗ്രഹിക്കുന്നത്. റിയലിസ്റ്റിക് സിനിമകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇൻഡസ്ട്രി. അപ്പം അവിടെ അത് തന്നെ വീണ്ടും തിയേറ്ററിക്കലി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പടമായിട്ട് റിയലിസ്റ്റിക് അപ്രോച്ച് തന്നെ വരാൻ നേരത്ത് ഓഡിയൻസിന് വിറയും പൊളിയും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബിവെയർ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഡിഫറൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങൾ ഇടുക, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. കാര്യം വർഷങ്ങൾക്ക് ശേഷം നമ്മളിവരെ കാണുകയാണ് സ്ക്രീനിൽ. അതൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി നമുക്ക് എപ്പോൾ കിട്ടുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല, കിട്ടുമോന്നേ പറയാൻ പറ്റത്തില്ല. സോ തിയേറ്ററിൽ പോയി കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.